അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ ഒരു ശ്രദ്ധ തെറ്റിയാൽ ചെന്നെത്തുന്നത് അവർ അപകടത്തിലും അബദ്ധത്തിലുമാണ്. ചെറുതിലെ നോട്ടം തെറ്റിയാൽ പിന്നെ അവരെ തിരികെ കൊണ്ടുവരാൻ ഒരുപാട് പാടായിരിക്കും. ഇത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നാട്ടിലെങ്ങും ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ചെറിയ മക്കൾ. നമ്മൾ വീട്ടിൽ തന്നെ കാണുന്നതാണ്. അതിന് നമ്മളും കൂടി ആവേശം പകർന്നു കൊടുക്കുകയാണ്. ബാപ്പയും മകനും ഒരേ ജേഴ്സി അണിഞ്ഞുള്ള ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമ്മൾ കാണാനിടയായി. ചെറുതിലെ മക്കൾക്ക് അമിത ആവേശം കൊടുക്കുകയാണ്. അതും നമുക്കൊരു പ്രചോദനവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അമിതം ആവേശം ആപത്ത് തന്നെയാണ്. അത് വിളിച്ചറിയിക്കുകയാണ് ഒരു കുടുംബം. ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ അമിത ആവേശം കാണുമ്പോൾ പേടിയാവുകയാണ്. അവരുടെ ടീമെങ്ങാനും തോറ്റുപോയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് അത്രക്ക് ആവേശത്തിലാണ് നമ്മുടെ മക്കൾ. ഇത് വല്ലതും അവരറിയുന്നുണ്ടോ? അവരുടെ ടീം, ഒരാൾ ബ്രസീൽ ഫാൻസ്, മറ്റൊരാൾ അർജന്റീന ഫാൻസ്, അങ്ങനെ പലവിധ ഫാൻസുകളാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ വഴക്കാണ്. ചെറിയ മക്കൾ തമ്മിൽ വഴക്കിട്ട് തല്ലുകൂടുകയാണ്. ഉസ്താദുമാരും പണ്ഡിതന്മാരും പറയുന്നതൊന്നും വെറുതെ അല്ല, നമുക്ക് നല്ലതിനു വേണ്ടിയാണ് അവർ പറഞ്ഞു തരുന്നത്. എന്തും അമിതമായാൽ വിഷം തന്നെയാണ്. അതിന് നമ്മൾ അഡിക്ഷനായി പോവുകയാണ്. അത് എന്തെന്നായാലും, കളിയെന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിലും. മാതാപിതാക്കളോടൊന്നും ഇല്ലാത്ത സ്നേഹമാണ് ഇന്ന് മക്കൾക്ക് ഫുട്ബോൾ കളിക്കാരോട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞാൽ മക്കൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് 1 മണിക്കും 2 മണിക്കും അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ് അവർ കളി കാണാൻ. കളി കാണണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. കളിയൊക്കെ കാണണം, നല്ലതാ, നല്ല രസാ. അതങ്ങ് വിട്ടേക്കണം. നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം അവർക്ക് ഏതായാലും ആവേശം തന്നെയാണ്. എരിതീയിൽ നമ്മൾ എണ്ണ ഒഴിക്കാതിരിക്കുക, അവർക്ക് അമിത ആവേശം കൊടുക്കാതിരിക്കുക. അതങ്ങ് കാണാൻ അങ്ങ് വിട്ടേക്കാം. അമിത ആവേശത്തിൽ തകർന്നു പോയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ബ്രസീൽ തോറ്റിരിക്കുകയാണ്. നെയ്മർ പൊട്ടിക്കരയുകയാണ്. ആ രംഗം കണ്ട് ഇന്ന് ആരൊക്കെ ബോധം കെട്ടിട്ടുണ്ടാവുമോ ആവോ? നമ്മുടെ മക്കൾക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മുടെ മക്കളെ അവർ തിരിച്ചറിയുമോ? ഇല്ല. അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. കളിയായിരിക്കാം, ആവേശമായിരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫുട്ബോളിനെ ജീവശ്വാസമായി കണ്ടിരുന്ന അക്ഷയ് അച്ചു എന്ന ആ ഒരു യുവാവിൻ്റെ ഹൃദയഭേദകമായ അവസ്ഥയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ. അച്ചുവിൻ്റെ ജീവിതം. എറണാകുളം കാക്കനാട് സ്വദേശിയായ അച്ചു എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ കടുത്ത ബ്രസീൽ ഫുട്ബോൾ ആരാധകനായിരുന്നു. 2022 ലോകകപ്പിൽ ബ്രസീൽ കൊറോഷ്യയോട് പരാജയപ്പെട്ട ആ ഒരു ദിവസം അച്ചു എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. സംഭവം തൻ്റെ പ്രിയപ്പെട്ട ടീമിൻ്റെ തോൽവി അറിഞ്ഞ് ഈ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല. അമിത മാനസിക സമ്മർദ്ദവും രക്തസമ്മർദ്ദവും കാരണം അച്ചു കുഴഞ്ഞു വീഴുകയും തലച്ചോറിലെ രക്തം കട്ട പിടിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം 4 വർഷമായിട്ട് കിടപ്പിലാണ്. അറിയണം നിങ്ങൾ, 4 വർഷം. മനസ്സിന്റെ താളമങ്ങ് തെറ്റിപ്പോയി. ചലനമില്ലാത്ത ശരീരവുമായി 4 വർഷം. ഇപ്പോൾ നിലവിലെ അവസ്ഥ സംസാരിക്കാൻ കഴിയില്ല എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അച്ചുവിന് സാധിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു കുടുംബത്തിലേക്ക് ഫുട്ബോൾ പ്രേമികൾ ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ആ മകനോട് ഈ തോൽവിയുടെ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഒരുപാട് പേരുടെ സഹായമുണ്ട്. ഈ വിവരം അറിഞ്ഞതും ബ്രസീൽ ടീമിൻ്റെ ആരാധകരുടെ സഹായവും അവർ എത്തിച്ചിട്ടുണ്ട്. ഒക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെയൊക്കെ ആവേശം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളുടെ ടീമിൻ്റെ ജയം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തുകൊണ്ട് അതൊരു ആഘോഷമാക്കി മാറ്റുക. അത് മറ്റുള്ളവരും അനുകരിക്കട്ടെ. നമ്മുടെ മക്കളും അത് കണ്ടുപഠിക്കട്ടെ. ഒരു കുടുംബമാണ് ഇന്ന് തളർന്നു പോയത്. ഒരു കുടുംബമാണ് ഇന്ന് ഇരുട്ടിലായിരിക്കുന്നത്. പടച്ചറബ് എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പി ചികിത്സ തുടരുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ആ കുടുംബം ഇന്ന് തളർച്ചയിലാണ്. ചികിത്സയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ. ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ആ മോൻ. സ്കൂൾ കാലഘട്ടങ്ങളിലെ ഫുട്ബോൾ പ്രേമിയായിരുന്നു. വീട് നിറയെ അതിന് കിട്ടിയ സമ്മാനങ്ങളായിരുന്നു. പാവം അച്ഛൻ പുരുഷോത്തമനും അമ്മ ജയയും സഹോദരി അഖിലയും അച്ചു പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ. പടച്ചറബ് ആ മോനെ ഈ അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.